കേരളത്തിന് വലിയ നിരാശ എന്ന് മാത്രം പറയാവുന്ന രീതിയിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കേരളം പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് ഈ നിമിഷങ്ങളിൽ പറയാൻ കഴിയുന്നത്. സംസ്ഥാനം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വേഗറയിൽ ഇടനാഴിയിൽ കേരളത്തിന് ഒരു സ്ഥാനവും ലഭിച്ചില്ല എന്നുള്ള നിരാശാകരമായ ഒന്നാണ് ഈ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തെ സംബന്ധിച്ചിട്ട് വലിയ നിരാശയിലേക്ക് പോയിരിക്കുന്നു. ആ നിരാശ ഇനി ഉള്ള ദിവസങ്ങളിൽ തുടരും എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ്. മുൻ ബജറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏത് തരത്തിലാണോ കേരളം അവഗണിക്കപ്പെട്ടിരുന്നത് ആ അവഗണന തുടരുന്നു. ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ ഇടനാഴിയിൽ ഒന്നിൽ പോലും കേരളം ഉൾപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുംബൈ പൂനെ ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി സിലിഗുരി എന്നീ 7 അതിവേഗ റെയിൽ ഇടനാഴികളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതിലൊന്നിലും പെടാതിരുന്നതോടെ കേരള MP-മാർക്ക് ബജറ്റ് അവതരണത്തിനിടെ എഴുന്നേറ്റ് നിന്ന് കേരളം അങ്ങനെയൊരു സംസ്ഥാനമുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. ആ രീതിയിൽ പ്രതിഷേധിക്കേണ്ടി വരികയും ചെയ്തു. എന്ന് മാത്രമല്ല 12 പുതിയ ജലപാതകളിലും കേരളത്തെ ഉൾപ്പെടുത്തിയില്ല. കേരളത്തെ ജലപാതകളിൽ ഉൾപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. 12 പുതിയ ജലപാതകൾ, ആ 12 പുതിയ ജലപാതകളിലും കേരളത്തെ ഉൾപ്പെടുത്തിയില്ല. ആകെ ഉൾപ്പെടുത്തിയത് ധാതു ഇടനാഴിയിൽ മാത്രമാണ്. കേരളത്തെ സംബന്ധിച്ചിട്ട് വലിയ നിരാശാജനകമായിട്ടുള്ള ബജറ്റ്. അപൂർവ ധാതുഖനനം കൂട്ടുക എന്നുള്ള പദ്ധതിയോടുകൂടിയാണ് ഈ കേരളത്തെ ധാതു ഇടനാഴിയിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒഡീഷ, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ ചേർത്താണ് ഇടനാഴി പ്രഖ്യാപിച്ചത്. ഇനി നികുതി ഇനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നടത്തുകയുണ്ടായി. പുതിയ ആദായ നികുതി നിയമം ഈ വർഷം ഏപ്രിൽ 1-ാം തീയതി നിലവിൽ വരുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നികുതി നിയമങ്ങൾ ലഘൂകരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട്. നികുതി നിയമങ്ങൾ ലഘൂകരിക്കും. ജൂലൈ 31 വരെ റിട്ടേൺ സമർപ്പിക്കാം. പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാം. ഒപ്പം വിദേശയാത്രയുടെ TCS 5-ൽ നിന്ന് 2% പ്രവാസികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റത്തിന് നികുതി കുറയ്ക്കും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 5-ൽ നിന്ന് 2% കുറച്ചു. വരുമാനത്തെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങൾ നൽകുകയാണെങ്കിൽ കടുത്ത ശിക്ഷ നൽകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ചുമത്തില്ല. ക്ലൗഡ് സർവീസുകൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എയർക്രാഫ്റ്റ് വിഭാഗങ്ങൾക്ക് നികുതിയില്ല. വിദേശത്തേക്ക് പണം അയക്കാൻ നികുതി കുറയ്ക്കും. ആണവ പദ്ധതി വസ്തുക്കളുടെ ഇറക്കുമതി ഇളവ് തുടരും. കാർഗോ നീക്കത്തിന് ജല ഇടനാഴിയുണ്ടാവും. കടൽ വിഭവങ്ങൾക്ക് വില കുറയാൻ പോകുന്നു. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാൻ പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരം നൽകിയാൽ കടുത്ത ശിക്ഷ പ്രഖ്യാപിക്കും. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഇല്ല. അതോടുകൂടി ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. 7 അപൂർവ രോഗങ്ങളുടെ മരുന്നുകൾക്ക് തീരുവയില്ല. അതും ആ രീതിയിലുള്ള വിലക്കുറവിലേക്ക് നയിക്കും. കന്നുകാലി വളർത്തലിന് സബ്സിഡി ഏർപ്പെടുത്തുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 2%. പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. സംസ്ഥാനങ്ങൾക്ക് 1.4 ലക്ഷം കോടി രൂപ ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻഡായിട്ട് ലഭിക്കും എന്നുള്ളതും ഈ ബജറ്റിൻ്റെ പ്രത്യേകതകളായിട്ട് വരുന്നു. എന്തായാലും കേരളത്തിന് അതിവേഗ റെയിൽ ഇടനാഴി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വിദേശത്തേക്ക് പണം അയക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 2%. പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. വിദേശയാത്രയുടെ TCS 5-ൽ നിന്ന് 2%. വാഹന നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ല എന്നതടക്കമുള്ള പ്രത്യേകതകളും ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ഈ ബജറ്റിൽ പ്രധാനമായിട്ടുള്ള ഒന്നുണ്ട്. എങ്കിലും കേരളത്തെ സംബന്ധിച്ചിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു പോയപ്പോൾ ആ വരവിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിലും കേന്ദ്ര ബജറ്റിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ബയോഫാർമ മേഖലയ്ക്ക് വേണ്ടി 10,000 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു.
ബയോഫാർമ ശക്തി എന്ന പദ്ധതിയുടെ കീഴിൽ ഈ മേഖലയെ വികസിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ബയോഫാർമ ഉൽപ്പാദനത്തിൻ്റെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് ധനമന്ത്രി സൂചിപ്പിച്ചു. ദീർഘകാല ആരോഗ്യ സംരക്ഷണം, അതേപോലെ ലൈഫ് സയൻസ്, ഈ മേഖല, അതിലെ വളർച്ച, ഈ കാര്യങ്ങളിലൊക്കെ ഈ പദ്ധതി വലിയ പങ്ക് വഹിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. രാജ്യത്തിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന് ശക്തമായിട്ടുള്ള ഉത്തേജനം നൽകുമെന്നുള്ള പ്രതീക്ഷയും ധനമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ക്യാൻസർ, പ്രമേഹം പോലെയുള്ള സാംക്രമികേതര രോഗങ്ങളിലേക്ക് നമ്മുടെ രോഗാവസ്ഥ മാറുന്നുവെന്ന് ധനമന്ത്രി സൂചിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ബയോളജിക് മരുന്നുകൾ നിർണായകമാകും. ഈ മരുന്നുകൾ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. 7 തന്ത്രപരമായ മേഖലകളിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബയോഫാർമ ശക്തി നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം എങ്ങനെ കൈവരിക്കുമെന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നികുതി നിയമങ്ങൾ ലഘൂകരിക്കും. കേരളത്തിന് അതിവേഗ റെയിൽപാത ഇല്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡി ബിനോയ്, കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ നിരാശാജനകമായിട്ടുള്ള ഒരു ബാക്കിപത്രമാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയാൻ കഴിയില്ലേ? ബഡ്ജറ്റുകളുടെ പുനരാവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സംസ്ഥാനത്തിന് അർഹമായ തരത്തിലുള്ള ഒരു പ്രാധാന്യവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ. പ്രത്യേകിച്ചും നമ്മൾ എയിംസ്, അതുപോലെ തന്നെ അതിവേഗ റെയിൽപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചുള്ള പദ്ധതികൾ, ഗ്രാമീണ മേഖലയിൽ വലിയ തരത്തിലുള്ള പദ്ധതികൾ, നഗരവികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, ഈ തിരുവനന്തപുരം പോലുള്ള നഗരം ഇപ്പോൾ BJP ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ നഗരത്തിനെ മോടി പിടിപ്പിക്കുകയും നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള പദ്ധതികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും കേരളത്തിന് വലിയ തരത്തിലുള്ള ഒരു അവഗണന ഉണ്ടായിരിക്കുന്നത് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആകെ ധാതു ഇടനാഴിയിൽ മാത്രമാണ് കേരളത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് തമിഴ്നാടിൻ്റെ ഒപ്പം തന്നെ കേരളത്തെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഒരു കാര്യത്തിലും കേരളത്തിന് കാര്യമായ പരിഗണന ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ നാം ചർച്ച ചെയ്താണ് അതിവേഗ റെയിൽപാത എന്നുള്ളത്. ഈ അതിവേഗ റെയിൽപാത എന്നതിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസവും BJPയും അതുപോലെ തന്നെ CPIM-ഉം കോൺഗ്രസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട അതിവേഗ റെയിൽ വേണോ അതോ കേരളത്തിൻ്റെതായ റെയിൽ വേണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നെങ്കിലും ആ ഒരു ഗണത്തിൽ പോലും നമ്മളെ പരിഗണിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇതിൽ ആകെ ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നികുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില ക്രമപ്പെടുത്തലുകളും ഒപ്പം തന്നെ ചില കൂട്ടിച്ചേർക്കലുകളും ചില കിഴിവുകളും അതിനപ്പുറത്തേക്ക് കാര്യമായ തരത്തിൽ ഒരു മാറ്റം കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി പറയാൻ കഴിയും. കോൾ സെൻറ്ററുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ഇളവ്, അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ വിവരസാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നമ്മളെ ടെക്നോ പാർക്കുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചെറുകിട കമ്പനികൾക്കുമൊക്കെ വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാണെങ്കിൽ തന്നെയും നമ്മുടെ ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മേഖലകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടൂറിസം പോലുള്ള മേഖലകളിൽ ഗൈഡുകൾക്ക് വേണ്ടി പ്രത്യേക പഠന കേന്ദ്രങ്ങൾ, ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ടൂറിസം മേഖലയെ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഉയർന്നു വരുന്ന മേഖലകളിലൊന്നാണ് വിനോദസഞ്ചാര മേഖല. ആ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അതുമായി ദേശീയ തലത്തിലുള്ള പ്രഖ്യാപനത്തോടൊപ്പം വരികയോ അതുമായി കേരളത്തെ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും ദേശീയ ജലപാത എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഒരു ജലപാത വികസിപ്പിച്ചിട്ടുണ്ട്. ചരക്കു നീക്കം ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഉപരിതല ഗതാഗതം വഴി വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് മാറപ്പെടും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അത്തരത്തിൽ ഈ തിരുവനന്തപുരം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ആ ജലപാതയുമായി ബന്ധപ്പെട്ട ഒരു വികസനം അത് കേരളം പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. അത്തരത്തിൽ ജലപാതകളുടെ വികസനം അതൊരു ദേശീയ തലത്തിലെ വികസനത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷ കേരളത്തിനുണ്ടായിരുന്നു. അതിൽ കാര്യമായ ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ ഉണ്ടായിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ ആശ്വാസകരമായി പറയാൻ കഴിയുന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും വ്യക്തം. ആകെ ഉള്ള ഒരു ധാതു
ഇടനാഴി, പ്രത്യേകിച്ച് നമ്മളുടെ ധാതുമേഖല ഏകദേശം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ നീളുന്ന കരിമണലുമായി ബന്ധപ്പെട്ട് വളരെ നാളായിട്ട് കേന്ദ്രം കണ്ണുവച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ആ ഖനനം കേന്ദ്രത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത് മാറ്റപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം, അത്തരത്തിൽ ഒരു നീക്കത്തിനപ്പുറത്തേക്ക് നമ്മുടെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള മത്സ്യബന്ധന മേഖലയ്ക്കാണ് കാര്യമായ ഒരു നികുതി ഇളവ് വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായൊരു മാറ്റമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനങ്ങളോ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ചില ചെറിയ തരത്തിലുള്ള ഫിഷിംഗ് ഹാർബറുകൾ അല്ലെങ്കിൽ ചില ഫിഷിംഗ് ഹാർബറുകളുടെ വികസനം, അത് ഇന്ത്യയിലെങ്ങും തന്നെ അത്തരം വികസനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല. കേരളത്തിൽ ഒട്ടുമേ വന്നിട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, കർഷകരുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കർഷകർക്ക് ഇപ്പോൾ പറഞ്ഞു വരുന്ന ഇതിൽ പറയുന്ന ഒരു കാര്യം കോക്കനട്ടാണ്. അതായത് തേങ്ങയുമായി ബന്ധപ്പെട്ട് പുതിയ റീപ്ലാന്റിംഗ് സംവിധാനം വരും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഫലം കൂടുതൽ കിട്ടാത്തവ മാറ്റിക്കൊണ്ട് പുതിയ തരത്തിലുള്ള ഒരു റീപ്ലാന്റിംഗ് സംവിധാനത്തിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ആശ്വാസം വരുന്നത് കാഷ്യൂവിൻ്റെ കാര്യത്തിലാണ്. കാഷ്യൂവിൻ്റെ ഒരു പ്രീമിയം ടൈപ്പ് അല്ലെങ്കിൽ കയറ്റുമതി ലക്ഷ്യമിട്ടുകൊണ്ട് അതിലേക്കൊരു മാറ്റം വരുത്തുന്ന ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇതിന് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു വലിയ തരത്തിലുള്ള ഒരു തൊഴിൽ മേഖലയോ അല്ലെങ്കിൽ യുവാക്കൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ കാര്യമായ ഒരു പരിഗണന നൽകുന്നതായ ഒരു പ്രഖ്യാപനം മൊത്തത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിൽ പ്രത്യേകിച്ച് കേരളത്തിനെ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന വസ്തുത തന്നെയാണ്. ആകെ എടുത്തു പറയാൻ കഴിയുന്നത് ചില ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ചില മാറ്റങ്ങളും ചില കിഴിവുകളുമാണ്. ആ കിഴിവുകളിൽ നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമായ സഹായം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും ഈ ഇൻകം ടാക്സ് നിയമവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അത് യഥാസമയം നികുതി കൊടുക്കാത്തതും അതിൽ പാകപ്പിഴകൾ വരുത്തുകയോ വെട്ടിപ്പ് നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയ തരത്തിലുള്ള പിഴകളുണ്ടായിരുന്നു. ആ പിഴകളിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഒപ്പം ഈ നികുതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രമപ്പെടുത്തൽ നടന്നു. അത് കുറച്ച് സഹായകരമാകും. പ്രത്യേകിച്ചും ഈ വിദേശികളെ സംബന്ധിച്ചിടത്തോളം, അത് വിദേശികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അത്തരത്തിൽ നമ്മുടെ പ്രവാസികൾക്കും കുറച്ച് ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ യാത്രകൾ സംബന്ധിച്ചുണ്ടാകുന്ന ടാക്സ്, ആ ടാക്സ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മേഖല, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ വ്യാവസായിക മേഖലയ്ക്ക് എന്തെങ്കിലും വലിയ തരത്തിലെ മാറ്റങ്ങൾ അത് കാര്യമായിട്ടുണ്ടാകും, ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഒന്നും ഉണ്ടായില്ല. BJPക്ക് അധികാരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ അധികാരം കിട്ടിയതിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോഴേക്കും വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രഖ്യാപനം അന്നുണ്ടായാലും ഒരു പക്ഷേ അത് ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ബഡ്ജറ്റിലും ഉണ്ടായില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയത്തേക്ക് അടുത്തിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ IT മേഖലയിലാണ് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. ഒപ്പം നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ടും ഇത് ഈ രണ്ട് മേഖലയും ബന്ധിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേരളത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടോ കാര്യമായ ഒരു പദ്ധതി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകവുമാണ്. കാരണം കേരളം പ്രതീക്ഷിക്കുന്നത് ഈ മേഖലകളൊക്കെ ആയിരുന്നു. ടൂറിസം മേഖല, ടൂറിസവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ മേഖല, മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് എയിംസ്, ഇങ്ങനെ തുടങ്ങി ഒരു ചങ്ങല പോലെ ബന്ധിപ്പിക്കപ്പെട്ട ചില മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊന്നും തന്നെ ഉണ്ടായില്ല. ഈ യുവാക്കളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണം, യുവശക്തി എന്നൊക്കെയാണ് ബഡ്ജറ്റിൽ പറയുന്നതെങ്കിൽ തന്നെയും യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരു ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ശാക്തീകരണം ഇതൊന്നും തന്നെ ഇതിൽ ലക്ഷ്യമിടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. മാത്രവുമല്ല ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ അത് ചെറുകിട വ്യവസായത്തിന് പുഷ്ടിപ്പെടുത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ പ്രഖ്യാപനങ്ങൾ അത് നടപ്പിലായി വരുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ഏറെ നാൾ വേണ്ടിവരും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു നേട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും. അത് ഏത് മേഖലയുള്ളവർക്ക് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഹോസ്റ്റലുകളുടെ പ്രവർത്തനം അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾ വരും. പക്ഷേ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ റെയിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഈ ബഡ്ജറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്നറിയണമെങ്കിൽ ഒരു പക്ഷേ റെയിൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും
പൂർണ്ണതോതിൽ നമുക്ക് ഒരു നിരാശ എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താവുന്ന പതിവുണ്ട്. അത് ഇത്തവണയും അങ്ങനെ തന്നെ ആവർത്തിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു മാറ്റം, അല്ലെങ്കിൽ കേരള ജനതയ്ക്കൊരു മാറ്റം എന്നുള്ള തരത്തിലേക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം BJP നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത് ഈ സംസ്ഥാന ബഡ്ജറ്റിൽ കേരളത്തിന് വലിയ തരത്തിലുള്ള ഒരേപോലെ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ അത് ആവർത്തിക്കാതിരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആവർത്തിക്കാതിരിക്കുമെന്ന് പറയുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തി സംസാരിക്കുകയുണ്ടായി. മൂന്നാം മോദി സർക്കാരിൻ്റെ മൂന്നാം ബജറ്റിൽ പ്രധാനമായിട്ടും 3 നയങ്ങളാണ് ഉള്ളത് എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നലുണ്ടാകും, ജനപങ്കാളിത്തമുണ്ടാകും, എല്ലാവർക്കും വികസനമുണ്ടാകും എന്നിങ്ങനെയുള്ള 3 നയങ്ങളിൽ ഊന്നിയാണ് ബജറ്റ് എന്ന് മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റേത് സ്ഥിരതയുള്ള വളർച്ചയാണ് എന്നും കർത്തവ്യ പഥിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റാണ് ഇത് എന്നും ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് ബജറ്റിൻ്റെ ആദ്യ കർത്തവ്യം എന്നുമൊക്കെ നിർമ്മല സീതാരാമൻ സൂചിപ്പിക്കുകയുണ്ടായി. 7% വളർച്ച, ഒപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലടക്കം വലിയ പങ്കുവഹിച്ചു മുന്നോട്ട് ഉള്ള പോക്കിൽ എന്ന് നിർമ്മല സീതാരാമൻ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിനായിട്ട് കേന്ദ്ര ബജറ്റിലെ ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴി പദ്ധതി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഖനനം, സംസ്കരണം, നിർമ്മാണം, ഗവേഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരളം ഉൾപ്പെടെയുള്ള ധാതു സമ്പന്നമായ സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക ഇടനാഴികൾ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ ഇവയുടെ ഭാഗമാകും. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. 40,000 കോടി രൂപയാണ് ഇതിനായിട്ട് നീക്കിവച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ധാതു സമ്പുഷ്ടി പ്രയോജനപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 3 ഇടങ്ങളിൽ അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തി. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലും അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി സൂചിപ്പിച്ചു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സൂചിപ്പിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ കൃത്യമായും ഈ ബജറ്റിനെ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ 1-ാം സ്ഥാനത്ത് പ്രധാന ശീർഷകമായിട്ട് ആവർത്തിക്കുന്ന അവഗണന, ആവർത്തിച്ച അവഗണന ഒന്നുമില്ല കേരളത്തിന് എന്നുള്ളത് തന്നെയായിട്ട് മാറുന്നു. ഡി വിനോദ് സൂചിപ്പിച്ചതുപോലെ എല്ലാ കേന്ദ്ര ബജറ്റിലും ഏത് തരത്തിലുള്ള അവഗണനയാണോ ആ അവഗണനയുടെ ആവർത്തനം തന്നെ ഉണ്ടായി. പക്ഷേ ആ ആവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിന് സ്വാഭാവികമായിട്ടും ആ അവഗണന ആവർത്തിക്കില്ല എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് പോയപ്പോൾ അന്നും പ്രഖ്യാപനം നടത്തിയില്ല. സ്വാഭാവികമായിട്ടും അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ കേട് പരിഹരിക്കുന്ന ഒരു ബജറ്റ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന അവഗണനയുടെ ചരിത്രമായിരിക്കില്ല കേരളത്തിന് ഇത്തവണ എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിനെ കാണാൻ വേണ്ടിയിരുന്നത്. പക്ഷേ ബജറ്റ് പൂർണ്ണമാവുമ്പോൾ ഇപ്പോഴും കേരളത്തിന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് കൃത്യമായിട്ടും എന്ത് തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത് ഡി ബിനോയ്? തീർച്ചയായും ഇതൊരു അവഗണന എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ ഇതിൽ കുറേ കാര്യങ്ങൾ, അതായത് MP-മാരുടെ യോഗം വിളിക്കുന്ന ഒരു പതിവുണ്ട്. MP-മാരുടെ യോഗം വിളിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് അടിയന്തരമായി വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തിയതിനു ശേഷം അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇതിന് നേരിട്ട് ധനമന്ത്രിയെ കാണുന്ന ഒരു പതിവുണ്ട്. മുഖ്യമന്ത്രി അത്തരത്തിലൊരു നീക്കം നടത്തുകയും ചെയ്തെങ്കിൽ തന്നെയും നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം, അതായത് ദേശീയ തലത്തിലുള്ള ആഭ്യന്തര ഉൽപ്പാദനം എന്തുമാത്രം ഉയരുന്നുവോ അത്തരത്തിൽ ഒരു ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ വർധന കേരളത്തിലും ഉണ്ടാവണം എന്ന് തന്നെയാണ് സംസ്ഥാനം ആഗ്രഹിച്ചിരുന്നത്. അത്തരത്തിൽ ഉൽപ്പാദനം വർദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ഒരു സാമ്പത്തികപരമായി നമ്മുടെ ഒരു പിടിച്ചുനിൽപ്പ് അത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ദേശീയ തലത്തിൽ നമ്മൾ സാമ്പത്തികപരമായി ദേശീയ തലത്തിലുള്ള ശരാശരിയുമായി നോക്കുമ്പോൾ നമ്മൾ അടുത്തടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ നമ്മൾ എപ്പോഴും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് കേന്ദ്രത്തിൻ്റെ ധനസഹായത്തെയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ
നമുക്ക് വേണ്ടി വന്നിരുന്നത് നമ്മളുടേതായ വ്യവസായങ്ങളും നമ്മളുടേതായ അതുമായി ആ വ്യവസായങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളുമാണ്. അതിൽ പ്രധാനമായി നമുക്ക് വേണ്ടത് ഗതാഗത സംവിധാനങ്ങളാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഈ റെയിൽ കൊറിഡോർ പോലുള്ള ചില പദ്ധതികളൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞം വലിയ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു നേട്ടം, അത് എടുത്തു പറയേണ്ട നേട്ടം തന്നെയാണ്. ആ നേട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം 700ഓളം തന്നെ കപ്പലുകൾ വന്നു പോകുന്നു. അന്തർദേശീയ കപ്പൽ ചാനലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ. പക്ഷേ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുബന്ധ സംവിധാനങ്ങൾ, അതിൻ്റെ ഉപരിതല ഗതാഗത വർധന, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റെയിൽ സംവിധാനങ്ങൾ, അതിനെല്ലാം ഉപരിയായി ഏറെ നാളായി കേരളം ആഗ്രഹിക്കുന്ന, കേരളം അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പകുതിയിലധികം പൈസ മുടക്കാമെന്ന് പറയുന്ന ശബരി റെയിൽ പദ്ധതിയുണ്ട്. ശബരി റെയിൽ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കാലടി മുതൽ എരുമേലി വരെ കടന്ന് ശബരിമലയെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിക്ക് എന്തെങ്കിലും വിഹിതങ്ങൾ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു, ഉൾപ്പെടുത്തിയിട്ടില്ല. വിഴിഞ്ഞം പദ്ധതിക്ക് കാര്യമായ സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രഖ്യാപനങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വേണ്ടത് ഗതാഗത സംവിധാനങ്ങൾക്ക് കാര്യമായ ഒരു സഹായം, പ്രത്യേകിച്ചും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടന്നു വരികയാണ്. അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേരളം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളം ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ചുകൊണ്ടായിരുന്നു ഒരു റെയിൽ പദ്ധതിയെ കൊണ്ട് ചിന്തിച്ച RRTS എന്ന് പറയുന്ന ഈ നമ്മുടെ റൂറൽ റെയിൽ പദ്ധതികൾ എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് നടത്താൻ പട്ടണത്തിലുള്ള റെയിൽ പദ്ധതികളെല്ലാം തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരു പദ്ധതി. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെയും കേന്ദ്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്തമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു മാറ്റം, നമ്മുടെ പ്രധാനമായും നമ്മുടെ കശുവണ്ടി മേഖലയിലെ കയറ്റുമതിയുണ്ട്. നമ്മുടെ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഉൽപ്പാദനം കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ തന്നെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഇതുമായി അത് കയറ്റുമതിയുടെ സാധ്യതകൾ കൂട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കയറ്റുമതിക്ക് നമ്മുടെ കാർഷിക വിഭവങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ അത് കയറ്റി അയക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ, അതിന് ഒരു സംവിധാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടത് സൂക്ഷിക്കുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾക്കോ നമ്മുടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കോ ഒരു പരിഗണനയും നൽകാതെ കേവലം ചില നികുതി നിയമങ്ങളിലെ പരിഷ്കരണവും ചില നികുതിദായകർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചില ക്രമപ്പെടുത്തലുകളും പിന്നെ വിവരസാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട നികുതി ഇളവുകളും ഒപ്പം അതിനും അപ്പുറത്തേക്ക് പിന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ അർബുദം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകളുടെ നികുതി കുറച്ചതാണ്. അത്തരത്തിൽ ഒരു കുറവിനപ്പുറത്ത്, അത് ദേശീയ തലത്തിൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു കുറവ്, അതിനപ്പുറത്തേക്ക് നാം എന്താണോ പ്രതീക്ഷിച്ചത് അത് കിട്ടിയില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP ഉന്നം വെച്ചിരിക്കുന്നത് 5 മുതൽ 10 വരെ സീറ്റ്, കേരളത്തിൽ വലിയ വോട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വരുന്ന സാഹചര്യത്തിൽ BJP അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ നമുക്ക് എന്താണ് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനും അപ്പുറത്തേക്ക് കാലാകാലങ്ങളായി രാഷ്ട്രീയ ഭേദമന്യേ, അതായത് കോൺഗ്രസോ CPIM എന്നോ BJP എന്നോ അതിനപ്പുറത്തേക്ക് കേരള ജനത വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. ഏറെ നാളുകളായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന, നമ്മൾ ആവശ്യപ്പെടുന്ന, എല്ലാ ബഡ്ജറ്റുകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് എയിംസ് എന്ന് പറയുന്നത്. എയിംസിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു പദ്ധതിയിൽ മാത്രവുമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രക്കിംഗ് പാത്തുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ അഗസ്ത്യാർകൂടം പോലുള്ള മലനിരകളുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ തേക്കടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ഇൻറ്റേർണലായിട്ടുള്ള അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ ടൂറിസം വികസനത്തിന് സാധ്യതകളുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേജർ ട്രക്കിംഗ് പദ്ധതികൾ ഉൾപ്പെടുത്തിയപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു പിന്തുണയായിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം
കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളും വനമേഖലയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. അവരുടെ കൃഷിനാശം, അവർക്കുണ്ടാവുന്ന ജീവനാശം, അല്ലെങ്കിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്, അങ്ങനെ തുടങ്ങി എത്രയെത്ര പ്രതിസന്ധികളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. BJP എപ്പോഴും ഇത്തരത്തിൽ കർഷകർക്ക് അല്ലെങ്കിൽ മലയോര കർഷകർക്ക് വലിയ തരത്തിലുള്ള പിന്തുണ നൽകുമെന്ന് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വാതോരാതെ പ്രസംഗിച്ചു നടന്നു. പക്ഷേ ഈ മേഖലകളിലേക്ക് ഒന്നും തൊടുക പോലും ചെയ്യാതെ കടന്നുപോയി എന്നുള്ളത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. അവരുടെ പ്രതീക്ഷകൾ, മലയോര കർഷകരുടെ പ്രതീക്ഷകളൊക്കെ ഒരു പരിധിവരെ അസ്തമിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സുകളിലൊന്ന് റബ്ബറാണ്, 2 കുരുമുളകുണ്ട്, അങ്ങനെ തുടങ്ങി നമ്മുടെ നാണ്യവിളകൾ. ആ നാണ്യവിളകളിൽ ഒന്നിന് പോലും തൊട്ടിട്ടില്ല. നമ്മുടെ പ്രധാനപ്പെട്ട വ്യാവസായിക മേഖലകൾ, റബ്ബറിനൊരു താങ്ങുവിലയോ അല്ലെങ്കിൽ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നമുക്കെന്തെങ്കിലും ഒരു പാർക്കോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളോ ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രതീക്ഷയും കേരളത്തിൻ്റെ ഒരു മേഖലയിൽപ്പെട്ട ആർക്കും തന്നെ, അതായത് സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോകുന്ന, അവർ ഇടപെടുന്ന, അവരുടെ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തപ്പെടുന്ന മേഖലയ്ക്ക് കാര്യമായ തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും വരാതെ അതല്ലെങ്കിൽ ആ സാധാരണ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്ന മേഖലകൾക്ക് ഒരു തരത്തിലെ സഹായവും ഇല്ലാതെ കടന്നുപോയ ഒരു ബഡ്ജറ്റ് എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. കണക്കുകളിൽ ബഡ്ജറ്റ് ഗംഭീരമാണ്, വളരെ മെച്ചമാണ്. പറയുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ തന്നെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ തരത്തിലുള്ള ഒരു മിഷൻ, ഖേലോ ഇന്ത്യ മിഷൻ